എല്ലാവർക്കും നമസ്കാരം. SP ഫോർട്ടിന്റെ പുതിയൊരു വീഡിയോയിലോട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ LST വേഴ്സസ് DC എന്നുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുകൂടാതെ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ആരെയൊക്കെ പിക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഇന്നത്തെ ടീമിൽ നിങ്ങൾ ആരെയൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ടീംസിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ഇതുവരെ ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് ഏപ്രിൽ 12 കൃത്യം 7:30 ഈ ഒരു മത്സരം നടക്കുന്നത്. ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയം, ലക്നൌവിലുള്ള ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ പറ്റി പറയുമ്പോൾ ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. അതുകൂടാതെ ഫാസ്റ്റ് ബോളേഴ്സിന് ഇവിടെ കുറച്ച് വിക്കറ്റ്സ് കിട്ടാറുണ്ട്. ഓക്കെ, സ്പിന്നേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിനെ കൂടുതൽ വിക്കറ്റ്സ് കിട്ടാറുള്ളൂ. 170 റൺസാണ് പെർ മാച്ച് ആവറേജ് സ്കോർ ആയിട്ട്. കൂടാതെ അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തായാലും ബാറ്റിംഗ് ഫസ്റ്റ് ടീമാണ് റീസെൻ്റ് ആയിട്ട് കുറച്ച് മത്സരങ്ങളൊക്കെ വിൻ ചെയ്യാറുള്ളത്. റീസെൻ്റ് ആയിട്ട് ഇവിടെ നടന്ന ഒരു മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന റീസെൻറ്റ് പെർഫോമൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്നോയുടെ ഹോം ഗ്രൗണ്ടാണ്. സോ അപ്പോൾ നമുക്ക് റീസെൻ്റ് റിസൾട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, നമ്മുടെ ലക്നോ വേഴ്സസ് GT തമ്മിൽ കളിച്ചൊരു മത്സരമായിരുന്നു. റീസെൻ്റ് ആയിട്ട് ഒരു സൺഡേ നടന്ന ഒരു മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തെ പറ്റി നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ ലക്നോ ആയിരുന്നു. 6 റൺസിന് ഡീകോക്ക് ഔട്ട് ആയ. അതുപോലെ തന്നെ KL രാഹുൽ, അതുപോലെ തന്നെ മിഡിൽ ഓർഡർ വന്ന മാർക്കസ് ടോണിസ്, നിക്കോളസ് പൂറാൻ, ആഷ് പോതോനിയൊക്കെയാണ് അത്യാവശ്യം പോയിന്റ്സ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിക്കറ്റ്സ് കൂടുതൽ ടേക്ക് ചെയ്തിരിക്കുന്ന ഉമേഷ് യാദവ് 2 വിക്കറ്റ്, അതുപോലെ തന്നെ 1 വിക്കറ്റ് റാഷിദ് ഖാൻ, 2 വിക്കറ്റ് ദർശൻ ആണ്. അപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സ് 4 വിക്കറ്റ്, സ്പിന്നർ 1 വിക്കറ്റുമാണ് ഈ ഒരു മത്സരം ഒരു ഫസ്റ്റ് ഇന്നിങ്സ് എടുത്തത്. സെക്കൻഡ് ഇന്നിങ്സ് നോക്കുന്ന സമയത്ത് ടോപ്പ് ഓർഡർ ഓപ്പണിംഗ് ആയി ബാറ്റിംഗ് ചെയ്ത നമ്മുടെ സായി സുദർശൻ മാത്രമാണ് അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ മിഡിൽ ഓർഡറിൽ വന്ന രാഹുൽ തിവാട്ടിയാണ് അത്യാവശ്യം പോയിന്റ്സ് റൺസ് എടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വിക്കറ്റ് ടേക്കിംഗ് നോക്കുമ്പോൾ 5 വിക്കറ്റ് യാഷ് താക്കൂർ, 3 വിക്കറ്റ് കൃണാൽ പാണ്ഡ്യ, 1 വിക്കറ്റ് രവി ബിഷ്ണോയ്, 1 വിക്കറ്റ് നവീനാണ്. ടോട്ടലി നോക്കുന്ന സമയത്ത് 10 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും സ്പിന്നേഴ്സ് 5 വിക്കറ്റുമാണ് എടുത്തിരിക്കുന്നത്. അതായത് സ്പിന്നേഴ്സിൻ്റെ ഒരു ഇരട്ടിയാണ് ഫാസ്റ്റ് ബോളേഴ്സ് ഇവിടെ വിക്കറ്റ്സ് എടുക്കുന്നത്. സോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ല. കൂടുതലും ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സിനാണ് ഇവിടെ അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഫാസ്റ്റ് ബോളേഴ്സിന് മെയിനായിട്ട് പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. സ്പിന്നേഴ്സ് വേണമെന്ന് വെച്ചാൽ വേണം, 1-2 സ്പിന്നേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് വേണം. കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ റീസൺ എന്ന കുറച്ച് പെർഫോമൻസ് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇനി നോക്കാൻ പോകുന്നത്. T20 സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ 9 മത്സരങ്ങളാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളത്. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തിട്ട് 5 മത്സരവും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്തിട്ട് 4 മത്സരമാണ് വിൻ ചെയ്യുള്ളത്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 151 റൺസാണ്. ആവറേജ് സെക്കൻഡ് ഇന്നിംഗ് സ്കോർ 126 റൺസാണ്. ഹയസ്റ്റ് സ്കോർ 199 ആണ്. അതുപോലെ തന്നെ ലോസ്റ്റ് സ്കോർ ഒന്നുമില്ല. ഹയസ്റ്റ് സ്കോർ ചേസിട്ട് 159 റൺസിന് 4 വിക്കറ്റ്. അത് നമ്മളെ സൗത്ത് ആഫ്രിക്ക വുമൻസ് വേഴ്സസ് ഇന്ത്യ വുമൻ തമ്മിൽ കളിച്ചായിരുന്നു. ലോസ്റ്റ് സ്കോർ 156-ന് അഫ്ഗാനിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് തമ്മിൽ കളിച്ച ഒരു മത്സരമാണ്. സോ അപ്പോൾ ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി നോക്കുന്ന സമയത്ത് ആവറേജ് സ്കോർ എന്തായാലും 150-170 റൺസ് വരെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഫാസ്റ്റ് ബോളേഴ്സ് 65 വിക്കറ്റ്, സ്പിന്നേഴ്സ് 47 വിക്കറ്റുമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ താപനിലയെ പറ്റി നോക്കുന്ന സമയത്ത് 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെയിൻ പോസിബിലിറ്റീസോ കാര്യങ്ങളൊന്നുമില്ല. LST വേഴ്സസ് DC തമ്മിലുള്ള H2H റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇതുവരെ 3 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. 3 മത്സരം നമ്മുടെ LST തന്നെയാണ് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ LSTക്ക് അതിൻ്റെതായ ഒരു സ്ട്രോങ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് കിഡിൽ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇവയെല്ലാം. തീർച്ചയായിട്ടും നമ്മുടെ ഡ്രീം ഇലവനെക്കാട്ടുള്ള എൻട്രി ഫീസ് കുറവും, അതുപോലെ തന്നെ ഈസി ടു വിൻ ആവാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഒരു ആപ്ലിക്കേഷനെ പറ്റി നോക്കുന്ന സമയത്ത് 260 രൂപയ്ക്ക് ഇവിടെ ഒരു കോൺടെസ്റ്റ് ഉണ്ട്. നമ്മുടെ ഡ്രീം ഇലവനിൽ ഇതേ സെയിം കോൺടെസ്റ്റ് 299 രൂപയ്ക്കാട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് കോൺടെസ്റ്റുകൾ ഇതുപോലെ തന്നെ എൻട്രി ഫീസും കാര്യങ്ങളും കുറവായിട്ടാണ് നമ്മുടെ ഈ ഒരു കുബേര ഫാൻറ്റസിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ GST ഫ്രീ ഡെപ്പോസിറ്റ് കൂടെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യുവോ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഏകദേശം 5 പ്ലെയേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പിക്ക് ചെയ്ത് തന്നെ ഈസി ആയിട്ട് നമുക്ക് വിൻ ആവാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചു തരികയാണെങ്കിൽ 58 രൂപയ്ക്ക് നമ്മൾ ജോയിൻ ചെയ്തു. നമ്മുടെ ഓപ്പോസിറ്റ് വിരാട് കോഹ്ലിയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാമെന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓപ്പോണന്റ് പ്ലെയർ. അപ്പോൾ നമ്മൾ രോഹിത് ശർമ്മയാണ് പിക്ക് ചെയ്തിരിക്കുക. അപ്പോൾ രോഹിത് ശർമ്മയാണ് വിരാട് കോഹ്ലിയെക്കാട്ടും കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾ വിൻ ആവും. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വിൻ ആവാൻ പറ്റുന്ന ഒരു കിഡിലിനെ ഓപ്ഷൻ ആയിട്ടോ നമ്മുടെ ഈ ഒരു കുബേര ഫാൻറ്റസിത്തെ ഈ ഒരു ഡ്യുവോ ഓപ്ഷൻ.
അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷൻ 11 പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തതിനെ തീർച്ചയായും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് തരം വെറൈറ്റി GL കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 7 രൂപയ്ക്ക് നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ 1,59,000 പേരാണ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20,000 രൂപ കിട്ടും. അതായത് നിങ്ങൾ വേറെ 7 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് മിനി GL ട്രൈ ചെയ്ത് നോക്കാം. 30 ടീം വരെ നിങ്ങൾക്ക് ഇവിടെ ഇറക്കാൻ സാധിക്കും. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഇത് നമ്മുടെ ഡ്രീം ലെവലിലടക്കം മാക്സിമം 20 ടീം വരെ പറ്റുള്ളൂ. ഇതിൽ ഏകദേശം 30 ടീം ഇറക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിടിലൻ ഫീച്ചറുള്ള ഒരു ആപ്ലിക്കേഷൻ ആട്ടോ നമ്മുടെ വിഷൻ 11. അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്ടസി എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യില്ലെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്തതിന് 500 രൂപ ക്യാഷ് ബോണസ് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ഏറ്റവും കൂടുതൽ പേര് കളിക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവർ പിക്ക് ചെയ്താൽ മതി. നമ്മുടെ കുബേര ഫാൻറ്റസി കണ്ട സെയിം ഡ്യൂ ഓപ്ഷൻ ആണ്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരുപാട് തരം കോൺടെസ്റ്റ് ഉണ്ട്. വെറും 1 രൂപയ്ക്ക് കോൺടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏക ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഒരു സ്പോർട്ടസി. അതുപോലെ തന്നെ ചോയ്സിൽ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെയും നമുക്ക് ഡെയിലി ഇതിൽ ഗീവേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആട്ടോ. അതുപോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് പ്രോബബിലി പ്ലേയിങ്ങിൽ വന്ന് നോക്കിയാൽ ലക്നോ സൂപ്പർ കിങ്സിൽ ഡീകോ KL രാഹുൽ, കൂടാതെ ദേവൂഡ് പടിക്കൽ, മാർക്കസ് സ്റ്റോണിസ്, നിക്കോളസ് പൂറൻ, ആയുഷ് ബദോനി, കൃണോൾ പാണ്ഡ്യ, രവി ബിഷ്ണോയ്, യാഷ് താക്കൂർ, നവീൻ, അതുപോലെ തന്നെ യുവീന്ദ്ര സിംഗ്, അതുകൂടാതെ അത്രയും പേരാണുള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് മണിമാരൻ സിദ്ധാർത്ഥ. അതായത് ഇഫ് പ്ലേസ് ഫസ്റ്റ് ബോളിംഗ് ആണെങ്കിൽ ആയുഷ് ബദോനിക്ക് പകരം നമ്മുടെ മണിമാരൻ സിദ്ധാർത്ഥാണ് വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡേവിഡ് വാർണർ, പൃഥ്വി ഷോ, അഭിഷേക് പോരൽ, അതുകൂടാതെ ഋഷഭ് പന്ത്, ട്രിസ്റ്റൻ സ്റ്റബ്സ്, അതുകൂടാതെ അസ്തർ പട്ടേൽ, ലളിത് യാദവ്, ജയ് റിച്ചാർഡ്സൺ, അതുകൂടാതെ നോർട്ടേജ്, ഇഷാന്ത് ശർമ്മ, ഖലീൽ അഹമ്മദ്, ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമ്മുടെ കുമാറാണ് വരാൻ ചാൻസ് ഉള്ളത്. അത് നമ്മുടെ ഖലീൽ അഹമ്മദിൻ്റെ സ്ഥാനത്തോട്ട് കുമാർ വരാനാണ് ചാൻസ് ഉള്ളത്. കുഷങ്ക എന്തു പേരോടെ. ഇതിൽ കീ പ്ലെയേഴ്സ് ആയിട്ട് നോക്കുന്ന സമയത്ത് നിക്കോളസ് പൂറൻ, രവി ബിഷ്ണോയ്, അതുപോലെ തന്നെ ഋഷഭ് പന്ത്, അസ്തർ പട്ടേൽ, ഇത്രയും പേരാണ് മെയിനായിട്ട് നിങ്ങൾ പിക്ക് ചെയ്യേണ്ട കീ പ്ലെയേഴ്സ്. ഇതിൽ ഓദർ പിക്കായിട്ട് മസ്റ്റായിട്ട് 2 പേരെ പിക്ക് ചെയ്യാൻ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിക്കോളസ് പൂറനും ഋഷഭ് പന്തുമാണ്. അത്യാവശ്യം മിഡിൽ ഓർഡർ ബാറ്റിങ്ങും ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോമുമാണ് ഇവരിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പ് പിക്കേഴ്സ് ബാറ്റിങ്ങിൽ നോക്കിയാൽ LSG വേഴ്സസ് DC തമ്മിൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾ ആരെയൊക്കെ പിക്ക് ചെയ്യണം, ആരെയൊക്കെ അവോയ്ഡ് ചെയ്യണം, അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ടോപ്പ് പിക്കേഴ്സ് LSG വേഴ്സസ് DCയിൽ നോക്കുന്ന സമയത്ത് നിക്കോളസ് പൂറൻ അദ്ദേഹം കഴിഞ്ഞ 4 മത്സരം കൊണ്ട് 178 റൺസാണ് എടുത്തിരിക്കുന്നത്. നല്ല അഗ്രസീവായിട്ടാണ് കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 169 കേട്ടോ സ്ട്രൈക്ക് റേറ്റ്. അതുപോലെ തന്നെ ഇതുവരെ അദ്ദേഹം കളിച്ച മത്സരങ്ങളിലൊക്കെ ഡ്രീം ടീമിൽ കയറാനായിട്ട് 326 പോയിന്റ്സ് ആണ് ഡ്രീം ടീമിലോട്ട് അദ്ദേഹം നേടിക്കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണ്. ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് 174 റൺസാണ് അദ്ദേഹം നേടിക്കൊടുത്തിട്ടുള്ളത്. സോ അദ്ദേഹം ഒരു മസ്റ്റ് പിക്കായിരിക്കും നമ്മുടെ DCയിൽ നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 193 കേട്ടോ. അതുപോലെ ഇതുവരെ അദ്ദേഹം 106 ഫാന്റസി പോയിന്റ്സ് ആണ് എടുത്തിട്ടുള്ളത് അഗെയിൻസ്റ്റ് മുംബൈ ആയിട്ട്. അതുപോലെ തന്നെ മുംബൈ ആയിട്ട് കഴിഞ്ഞ മത്സരം റീസെൻ്റ് ആയിട്ട് 106 പോയിന്റാണ് അദ്ദേഹം എടുത്തത്. ഓക്കെ. അതുപോലെ തന്നെ ഡീകോക്കിനെ പറ്റി പറയുന്ന സമയത്ത് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ LSGയിൽ അദ്ദേഹം 4 മത്സരം കളിച്ച് 145 റൺസാണ്. സ്ട്രൈക്ക് റേറ്റ് 140 ആണ് കേട്ടോ. ടോപ്പ് പിക്കേഴ്സ് ബൈ ബോളേഴ്സിൽ നോക്കുന്ന സമയത്ത് ഖലീൽ അഹമ്മദാണ് ഇസ് എ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ഇൻ DC. ലാസ്റ്റ് 5 മാച്ചിൽ നിന്ന് 7 വിക്കറ്റാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഓഫ് 17 ആണ്. ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സിൽ നോക്കുന്ന സമയത്ത് 2023 സ്ട്രൈക്ക് റേറ്റ് ഖലീൽ അഹമ്മദ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ മത്സരം, അതായത് 2023 അഗെയിൻസ്റ്റ് ആയിട്ട് DCയുടെ കൂടെ LSGയുടെ കൂടെ കളിക്കുന്ന സമയത്ത് അദ്ദേഹം 2 വിക്കറ്റ്സ് 30 റൺ കൊടുത്ത് 4 ഓവർ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യാഷ് താക്കൂറാണ് അടുത്തൊരു ബൗളർ. നമ്മുടെ LSGയിൽ കഴിഞ്ഞ മത്സരം അദ്ദേഹം 5 വിക്കറ്റാണ് ലാസ്റ്റ് മാച്ച് അദ്ദേഹം എടുത്തത്. ഒരു കീ ബൗളറാണ്. വെറും 3 മത്സരങ്ങളിൽ നിന്ന് ടോട്ടലി 6 വിക്കറ്റാണ് LSGക്ക് വേണ്ടി അദ്ദേഹം നേടിക്കൊടുത്തുള്ളത്. അടുത്ത രവി ബിഷ്ണോയ് ഈസ് എ ലീഡിംഗ് സ്പിന്നർ ഇൻ LSG. ഓക്കെ. അതുപോലെ തന്നെ അദ്ദേഹം 2 വിക്കറ്റ് 4 മത്സരങ്ങളിൽ നിന്ന് 2 വിക്കറ്റ് എടുത്തത്. ബട്ട് ഇദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനുള്ള പോസിബിലിറ്റീസ് ആയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഹോം ഗ്രൗണ്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു പിച്ച് കളിച്ച് ഒരുപാട് നല്ലൊരു വശമുണ്ട്. സോ തീർച്ചയായിട്ടും വിക്കറ്റ്സ് കൂടുതൽ എടുക്കാനുള്ള പോസിബിലിറ്റീസ് ആയാണ്. ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട 2 പ്ലെയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ലളിത് യാദവ് ആണ്. ബിക്കോസ് ഒരു മത്സരം കളിച്ച് 15 റൺസ് മാത്രം ലാസ്റ്റ് ഒരു മത്സരം അദ്ദേഹം എടുത്തത്.
ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിങ്ങൾ ഒഴിവാക്കുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും തോന്നുന്നു. കാരണം ഫാൻറ്റസി ടീമിൽ ഈ ഒരു മത്സരം അദ്ദേഹം നന്നായി കളിക്കാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ആയുഷ് പദോനെ ആണെങ്കിലും 4 ഇന്നിങ്സിൽ നിന്ന് വെറും 29 റൺസാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ വെറും 7 റൺസാണ്. 1-2 മത്സരമല്ല, 4 മത്സരം മോശം പ്രകടനം കേട്ടോ അദ്ദേഹം കാണിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഡ്രീം11 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് ടു ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം. ലക്നോ വേഴ്സസ് DC നിങ്ങൾ IPL നിങ്ങൾക്ക് ഒരുപാട് ലോസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മറ്റേ ECS T10 ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചുറ്റുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ യാഷ് താക്കൂർ കഴിഞ്ഞ മത്സരം കണ്ടത് 173 ഫാൻറ്റസി പോയിൻ്റാണ് അദ്ദേഹം നേടിക്കൊടുത്തത്. സോ അദ്ദേഹം ഒരു ബെസ്റ്റ് പിക്കായിരിക്കും കേട്ടോ ഇന്നത്തെ മത്സരത്തിൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്കൊന്ന് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ അസ്തർ പട്ടേൽ, മാർക്കസ് സ്റ്റോണിസ്, ഡേവിഡ് വാർണർ, ട്രിസ്റ്റം സ്റ്റബ്സ്. അദ്ദേഹം റീസെൻ്റ് ആയിട്ട് കളിച്ച മത്സരങ്ങളൊക്കെ നമ്മുടെ ഡ്രീം ടീമിൽ കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് അഗെയിൻസ്റ്റ് മുംബൈ ആയിട്ട് അദ്ദേഹം നേടിക്കൊടുത്തത്. 73 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. KL രാഹുൽ, ഋഷഭ് പന്ത് ഒക്കെ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 4 വിക്കറ്റ് കീപ്പേഴ്സാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ടീം നമ്മുടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ DC കുറച്ച് സ്ട്രോങ് കുറവായിട്ടുണ്ട്. ഐ മീൻ ഒരു ബോളിംഗ് ഓപ്ഷൻ നമ്മുടെ DC കുറച്ച് സ്ട്രോങ് കുറവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മായങ്ക് യാദവിനെ മാറ്റിയിട്ട് DC എന്നൊരു ബോളറിനെ എടുക്കുന്നത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഖലീലാകുമ്പോൾ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ക്യാപ്റ്റൻ VC കൂടെ നമുക്ക് കൊടുക്കാം. ക്യാപ്റ്റൻസി ഒരുപാട് പേര് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡീകോക്കാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഡേവിഡ് വാർണർ, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഒരു ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് ബാറ്റിംഗ് സപ്പോർട്ടഡ് ആയിട്ട് തന്നെ കൊടുക്കാനായിരിക്കും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. KL രാഹുൽ നല്ലൊരു ഓപ്ഷനാണ്. അദ്ദേഹം റീസെൻ്റ് ആയിട്ട് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ്, അടിപൊളിയെന്നല്ല കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീകോക്കെ വേണമെങ്കിൽ ഡീകോക്കിന് കൊടുക്കാം. വിക്കറ്റ് കീപ്പിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പോയിന്റ്സ് കൂടെ അദ്ദേഹത്തിന് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ക്യാപ്റ്റൻസി നമ്മുടെ KL രാഹുലും, വൈസ് ക്യാപ്റ്റൻസി നമുക്ക് മാർക്കസ് സ്റ്റോണിസിനെയും തന്നെ കൊടുക്കാം. കാരണം ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ്, കുറച്ച് നല്ല പെർഫോമൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ടീം നോക്കാൻ ഡീകോ, KL രാഹുൽ, നിക്കോളസ് പൂറൻ, ഋഷഭ് പന്ത്, ഡേവിഡ് വാർണർ, ട്രിസ്റ്റം സ്റ്റബ്സ്, മാർക്കസ് സ്റ്റോണിസ്, അസ്തർ പട്ടേൽ, യാഷ് താക്കൂർ, ഖലീൽ അഹമ്മദ്, നോർട്ടേജ്. ഇത്രയും പേര് നമ്മുടെ ടീമിൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ കേട്ടോ. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലിടാം. ടെലിഗ്രാം ഗ്രൂപ്പ് ഇതുവരെ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.